നിങ്ങൾക്ക് സാമ്പത്തികം വലിയ വേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരിഹാരം കാണാം. തിരുമേനി ഞങ്ങളുടെ പൈസ വരും പോവും, പെട്ടെന്ന് തന്നെ നമുക്ക് ചിലവായി പോവാം, കൈ പൈസ നിൽക്കുന്നില്ല. നിങ്ങൾ പക്ഷേ ഒരു ദൂരയാത്ര പോകേണ്ടി വരും. എവിടെയാ തിരുമേനി? ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ എത്ര ദൂരം വരെ പോകാൻ തയ്യാറാ. ഞാനൊരു കല്ല് ജപിച്ചു തരാം നിങ്ങൾക്ക്. ഒരു കല്ലല്ല, കുറേ ഉണ്ട് ചെറിയ ചെറിയ കല്ലുകൾ. അതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പൂജിച്ചു തരാം. അത് നിങ്ങളാണെങ്കിൽ വീട്ടിലാണെങ്കിൽ 4 മൂലയ്ക്ക് കൊണ്ട് ആദ്യം കുഴിച്ചിടണം. അതിനുശേഷം അതവിടെ നിന്ന് എടുക്കണം. ഒരു രാത്രിക്ക് ശേഷം അവിടെ നിന്ന് എടുത്തിട്ട് വീടിന് മൊത്തം ഒന്ന് ഒഴിഞ്ഞ് നിങ്ങളാണെങ്കിൽ അത് ദൂരെ കൊണ്ടുപോകണം. അത് എവിടെയാണെന്ന് അറിയാമോ? ഥാർ മരുഭൂമി ഉണ്ടല്ലോ രാജസ്ഥാനിൽ, ആ മരുഭൂമി കൊണ്ടുപോയി കുഴിച്ചിടണം ആ കല്ല്. നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടംപോലെ പണം കിട്ടും. ഈ ഒരു പൂജ നടത്താൻ ഒരുപാട് പൈസ വേണ്ടി വരുമോ തിരുമേനി? അതൊന്നും കുഴപ്പമില്ല നാണീമേ, നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പൈസ ചിലവാകും, പക്ഷെ നിങ്ങൾക്ക് അതുപോലെ പൈസ കിട്ടുമല്ലോ. നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു വിദ്യ പറഞ്ഞു തന്നത്. അത് ശരിയാ തിരുമേനി. തിരുമേനി അതുകൊണ്ട് പൂജിച്ചെന്നു. ഞങ്ങളാണെങ്കിൽ വീടിനകത്ത് കുഴിച്ചിട്ടിട്ട് പിന്നെ ഈ താർമരുഭൂമി കൊണ്ട് കുഴിച്ചിട്ടോളാം. കുടിക്കാൻ എന്തെങ്കിലും വേണോ? കുടിക്കാനൊന്നും വേണ്ട സഹോദരി. വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ കുടിക്കാൻ പാടില്ല ഇവിടുന്ന്. കാരണം ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നു വിടുന്നത് പോസിറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ കൂടെ വരും. അപ്പം ഇത് ഫലപ്രാപ്തിയിൽ എത്തത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കുകയോ വെള്ളം കുടിക്കുകയും ചെയ്യരുത് കേട്ടോ. ഞാനെല്ലാം നിങ്ങൾക്ക് കല്ലുകളെല്ലാം അപ്പുറത്തുനിന്ന് എടുത്തു തരാം. ഉച്ചാടനോ ആവാഹനോ കഴിഞ്ഞിട്ടേ എടുത്തു തരാം കേട്ടോ. ശരി തിരുമേനി. ട്രെയിൻ എത്ര മണിക്ക്? അവരിതുവരെ എത്തിയില്ലല്ലോ. ചേട്ടാ ട്രെയിൻ രാത്രി 8 മണിക്ക്. ഇപ്പം എത്ര 7 മണി കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി 1 മണിക്കൂറുണ്ടല്ലോ സമയം. ഞങ്ങൾ വരാൻ ലേറ്റായോ? അതങ്ങനെ ശാന്തയുടെ ഒരുക്കുമല്ല. നമ്മളെ 2 മണിക്കൂർ ഒരുങ്ങുമായിരുന്നു നമ്മൾ. മസ് വരുന്നില്ലേ? ഡ്യൂട്ടിക്ക് പോകണോ? ഇവരോട് വരാൻ പറഞ്ഞത് അവർ ഉടനെ ഡ്യൂട്ടിക്ക് പോകണമെന്ന്. എനിക്ക് ഡ്യൂട്ടി മാറ്റി വെച്ചിട്ട് താർമരുഭൂമിയിലൊന്നും വരാൻ പറ്റത്തില്ല. നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടത്ത്. പിന്നെ അത് തന്നെയല്ലേ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമൊന്നും ഇല്ല, അന്ധവിശ്വാസമൊന്നും എനിക്കങ്ങനെ. നിനക്കറിയാമല്ലോ അത്. എന്തോ ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ അന്ധവിശ്വാസമൊക്കെ? ഇന്നലെ രാത്രി മൊത്തം വീടിന് 4 വശത്ത് കുഴിച്ചിട്ട് കല്ലാണ് ഇപ്പോൾ കൈയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകാൻ പോകുന്നത്. അവിടെ പോയി ഞങ്ങൾ കുഴിച്ചിടും. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വലിയ സമ്പന്നരായിട്ടായിരിക്കും വരുന്നത്. നീ കണ്ടോ? അതെങ്ങനെ? അവന് ഇതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് അത്യാവശ്യം പണമൊക്കെ ഉണ്ടല്ലോ. കൈ പണം ഇരിക്കുന്നില്ല, പൈസ പെട്ടെന്ന് ചിലവാകുന്നു. എല്ലാവർക്കും ഇപ്പോൾ അതുപോലൊക്കെ തന്നെ. അല്ലാതെ എന്തുവാ, നമ്മൾ പൈസ ഉണ്ടാക്കുന്നില്ല, ചിലവാക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. അല്ലാതെ അവിടെ കെട്ടിപ്പൂട്ടി വെച്ചേക്കാനൊന്നും അല്ലല്ലോ. എന്നും പറഞ്ഞ് നിങ്ങൾ ഈ പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ പൊന്ന് ചേട്ടാ ഒന്ന് നിർത്താവോ? തടസ്സം പറയാം. ഞങ്ങളൊരു നല്ല വഴിക്ക് പോവാം. അത് നേരാ. അയ്യോ താമസം വന്നിട്ടേനും വേണ്ടില്ല, ഇങ്ങനെ ഒന്ന് സംസാരിക്കായിരുന്നാൽ മതി. അതിരിക്കട്ടെ, എല്ലാവരും ചുവന്ന പടങ്ങളാണ്. ചെമ്പടയോ? റെഡ് കാർപ്പറ്റ്. ചേട്ടൻ വലിയ ഡയലോഗ് ഒന്നും അടിക്കട്ടെ, ഞങ്ങൾ പോട്ടെ. ടാറ്റ പറയട്ടെ, ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുക. അങ്ങനെ നമ്മൾ മരുഭൂമി എത്തിപ്പെട്ടു. താർ മരുഭൂമി. ചേട്ടാ എവിടെ റൂം എടുക്കുന്നത്? അവരൊക്കെ ഒരു നമ്പർ തന്നായിരുന്നു. ആ നമ്പർ വിളിച്ച് വെച്ചിട്ട് അങ്ങോട്ട് റൂം എടുക്കാനായിരുന്നു പറഞ്ഞത്. അത് വലിയ ഫ്ലാറ്റ് ഒന്നും അല്ലടി, ചെറിയൊരു കോട്ടേജ്. അത് ഈ മരുഭൂമിക്കകത്ത് തന്നെ. വിളിച്ചു നോക്ക് സന്തോഷം നമ്പറിൽ. ഇപ്പൊ തന്നെ നമുക്ക് റൂം എടുക്കാം. ഈ സാധനങ്ങളെ കൊണ്ട് വെക്കണ്ടേ അവിടെ? ഹലോ, आपका नाम क्या है? वी आर फ्रॉम केरला. मुझे चाहिए रूम कॉटेज. वी आर 1 2 3 4 5 6 7 people. അഫോർഡബിൾ റേറ്റ്. ഓക്കെ ഓക്കെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കണ്ടേ? വാ വാ വാ, പെട്ടെന്ന് വാ. നമ്മളെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചേട്ടാ ഒരുപാട് ദൂരം നടക്കണോ? ഇത് കുറേ ഉണ്ടെന്നാ പറഞ്ഞത്. പെട്ടെന്ന് വാ. ഇവിടെ മഴയായിരുന്നു കേട്ടോ, നനഞ്ഞു കുഴഞ്ഞു കിടക്കും ഇവിടൊക്കെ. ആദ്യമായിട്ടാ മരുഭൂമിയിൽ നിന്ന് മഴ കാണുന്നത്. അയ്യോ ഇനി എത്ര ദൂരം നടക്കാനുണ്ട് സന്തോഷേ? നമ്മൾ ഈ സാധനം എല്ലാം പിടിച്ചോണ്ട് നടക്കാൻ വയ്യ, ക്ഷീണിച്ച്. അമ്മയ്ക്ക് കാലുവേനായി കാണുമല്ലോ. നല്ല കാലുവേന ഉണ്ടടി. എന്താ അറിയോ, ഒന്നാ മണലിൽ കൂടെ നടക്കുന്നുണ്ടേ, കാല് പൊതഞ്ഞത് പോവില്ലേ? താണിയും എന്ന് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോവാം നമുക്ക്. ഇപ്പോഴൊരു ഐഡിയ കത്തിയത്. നമുക്ക് ആ പുള്ളിയോട് ചോദിച്ചാലോ, നമ്മളെ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകാവുന്നു. അയ്യോ സേഫ് ആണോ? ഒട്ടകത്തിന്റെ പുറത്തൊക്കെ എങ്ങനെ കയറും ഞാൻ? അതൊക്കെ നിന്നെ എടുത്ത് കയറ്റാടി. നമുക്കെല്ലാവർക്കും ഒരു 3-4 ട്രിപ്പ് കൊണ്ട് വിടാൻ പറയാം. ആ പുള്ളിയോട് ചോദിച്ചു നോക്കട്ടെ ഞാനേ. ഏത് രാജ്യത്ത് അതിന് ഇതെല്ലാം കണക്കാ മോളെ. ഇങ്ങോട്ട് മാറിക്കല്ലേ, ഒട്ടകം വന്ന് ഇടിക്കും. ശരി, ഒട്ടകം സ്പീഡിലാണ് വരുന്നത്. അരേ ബാബി, സവാരി ദീജിയെന്നാ? സവാരി സവാരി ചാഹിയേ, സവാരി ചാഹിയേ. നമ്മൾ എത്ര നേരം താങ്ങുമായിരിക്കും? ഇത് താങ്ങാനുള്ള ശേഷി ഉണ്ടോ? ഇതിന്റെ കാല് ഇച്ചിരി പ്രത്യേകത ഉള്ളോ? മലയാളം തോടാത്തോടെ അറിയാം. നിങ്ങളൊരു 3-4 പേര് ഇതിന്റെ പുറത്ത് കയറിക്കോ. ഇതിന്റെ കാലിന് ഭയങ്കര ശക്തിയാണ്. ഒരു 10-500 കാലായിട്ട് മാറും. ഈ തവണ നിങ്ങളെല്ലാരും പോ. ഈ കോട്ടേജിൽ തന്നെ വിടണേ. കോട്ടേജ് ഹാനാ? യാ കോട്ടേജ്. ഞാൻ അവരെ കോട്ടേജിൽ കൊണ്ടുവിട്ടിട്ട് വരാം. ഓക്കെ ബൈ. ഇനി നമുക്ക് വന്നാൽ കൂടെ കയറിയാൽ മതിയല്ലോ. ഒട്ടകത്തെ കെട്ടിയതാണെങ്കിൽ നമ്മളിപ്പോൾ ആപ്പാടെ പെട്ടുപോനെ. അവരെ കൊണ്ടാക്കിയിട്ടോ വരുന്നുണ്ടല്ലോ ഒട്ടകം. ഭായി അവരെ സേഫായിട്ട് കൊണ്ടാക്കിയോ? സേഫ്. നമുക്കിനി പെട്ടെന്ന് കയറാം ചേട്ടാ. ഞാൻ ആദ്യമേ നാണിയവ പിടിച്ചു തരട്ടെ. എനിക്ക് സ്ഥലം ഉണ്ടോ അതിരിക്കാന്? ഒട്ടകം മൂവ് ചെയ്ത് തുടങ്ങി. ചേട്ടൻ പെട്ടെന്ന് വന്ന് കയറ്. ഇതെന്തോ ഇത് എന്റെ പടിയിലാന്ന് ചേട്ടൻ ഇരിക്കുന്നേ. നീ പിന്നെ ചക്ക പോലിരിക്കുമ്പോ ഞാൻ പിന്നെ ഉടപ്പം ഇരിക്കാനടി.
നീ ഇരുന്നപ്പോഴേ സ്ഥലം പോയി ഇതിനകത്ത്. ആവോ ആവോ. ആ അങ്ങനെ ചുവപ്പ് പടകളെല്ലാം കയറുക. നല്ല ബ്യൂട്ടിഫുൾ കോട്ടേജ് അല്ലേ? അതെ, നല്ല ആംബിയൻസ്. എന്തോന്നും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പോടാ. നമ്മളിവിടെ ആദ്യമായിട്ട് വരുവാ ഈ മരുഭൂമിയിൽ. ഇന്നേരം ആ അങ്ങനെ മരുഭൂമി പോയിട്ടുണ്ട്. അതല്ലേ നമ്മൾ ഇവിടുത്തെ ഈ മരുഭൂമി വന്നിട്ടില്ലല്ലോ. അയ്യോ ശരിയാടി, കുട്ടവും പറഞ്ഞു ശരിയാടി. എന്തോന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്നോ ചേട്ടാ? എന്താ ഇത്? അവൻ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്. എനിക്ക് ഈ ഒരു റൂം എവിടെയോ നല്ല പരിചയം. അപ്പൊ നിങ്ങൾ മൂന്നുപേരും വന്നിട്ടുണ്ടായിരിക്കും, അമ്മൂമ്മയും കുട്ടുമോനും പിന്നെ അങ്കളും കൂടെ. ആഹാ, ഇപ്പഴാ കത്തിയത്. എന്തോ സന്തോഷം, എന്തോ നിങ്ങൾക്കൊക്കെ പറ്റിയത്? അയ്യോ ഞങ്ങളാണെങ്കിൽ നോക്കിക്കാൻ പോയില്ലായിരുന്നു ഒരു സ്വാമിയുടെ അടുത്ത്. ആ സ്വാമിയുടെ അതേ റൂമായിരുന്നത്. അയ്യോ ശരിയാന്നല്ലോ. ശരിയാ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോയത് നോക്കിക്കാന്. അയ്യോ ഇതേ റൂം തന്നെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കാൻ ഇവിടാണോ വന്നത്? എന്റെ മോളെ, ഞങ്ങൾ ഇത് ആറ് മരുഭൂമിയിലൊന്നും അല്ലല്ലോ വന്നത്. ആ പുള്ളിയാനല്ലേ ഇങ്ങോട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അപ്പൊ ആ പുള്ളിക്ക് ഇവിടെ വല്ല കണക്ഷൻ കാണുമായിരിക്കും. അതാ ഇല്ല, മറ്റേ സിനിമയ്ക്കകത്ത പോലെ ഹാപ്പി ഹസ്ബൻഡ്സ് ഇല്ലേ, ആ സിനിമയ്ക്കകത്ത് തോന്നുന്നില്ലേ സലിംകുമാർ ആണെങ്കിലേ ഇവരെ പറഞ്ഞു വിടുമല്ലോ ഡോക്ടറായിട്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഹോട്ടലിലായിരിക്കും ആ സലിംകുമാർ തന്നെ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കും. എവിടാ? അല്ല, ആ സിനിമയ്ക്കകത്ത് മലേഷ്യയിലോ ഐലൻഡിലൊക്കെ പോകത്തില്ലേ അവരത്. എന്തായാലും ഇനിയിപ്പോ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ കേട്ടപ്പോ എന്തോ ഒരു പന്തിയേട് പോലെ. നമ്മളെ ഈ പോയിന്റ് എടുത്ത് പോയതില്ലായിരുന്നല്ലോ. ഇടി എന്റെ പൊന്നു ശാരദ, നീ കൂടെ ഞങ്ങളോട് വന്നത്. നിനക്കൊരു ഓർമ്മയില്ല എന്നിട്ട്? അയ്യോ ശരിയത്തില്ല. അമ്മ ഞാനും കൂടെ അതിൽ ഇവരോട് പോയത്. എന്നിട്ട് എനിക്ക് ഈ വീട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയതും ഇല്ല, ഒന്നുമില്ല. ഞാനത് ഓർക്കുന്ന പോലും ഇല്ല പോയ കാര്യം. നമുക്കിനി എത്രയും പെട്ടെന്ന് ആ കല്ലാണെങ്കിൽ കൊണ്ട് കുഴിച്ചിടാം ഈ മരുഭൂമിയിൽ. മോനെ, അത് വെച്ചാൽ നമ്മൾ ശുദ്ധവൃത്തിയോടെ ചെയ്യേണ്ട കാര്യമില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ അത് ശരി, എല്ലാവരും കുളിക്ക് കയറി. ഈ ഡ്രസ്സൊക്കെ മാറ്റണം എന്തോ. ഇവിടെ 3 മാത്രമുണ്ടല്ലോ. അതുകൊണ്ട് അവരൊക്കെ കുളിക്കട്ടെ മോളെ. എനിക്ക് കാപ്പി വേണം. എന്തോടാ കാപ്പിയോ? അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാൻ പോയി. ദാഹിച്ചിട്ടയ്യോ. കുട്ടുമോനെ ദാഹിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും കുടിക്കണം. അതൊക്കെ നമ്മള് മിൽക്ക് ഷേക്ക് വാങ്ങിച്ചിരുന്നില്ല, ബാഗിനകത്തുണ്ട്. ഞാൻ എടുത്ത് കുടിക്കേ. എനിക്ക് മിൽക്ക് ഷേക്ക് വേണ്ട, എനിക്ക് കാപ്പി മതി, പാൽ കാപ്പി. അവനിങ്ങനെ ചില സമയത്ത് എന്തെങ്കിലും വേണമെന്നോട്ട് വാശി പിടിച്ച പിന്നെ അത് തന്നെ വേണം അവന്. ശാരദയെ കുളി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വേണ്ടി കുട്ടുപോലെ നല്ല കാപ്പി ഇട്ട് കൊടുക്കുക എങ്ങനെയല്ലോ. എന്തോ കാപ്പിയോ? അയ്യോ ഇവിടെ കിച്ചണുണ്ടോ? കിച്ചണുണ്ടെന്നായിരുന്നു ശാരദ പറഞ്ഞത്. നീ അവിടെ പോയി കാപ്പി ഇട്ട്. നമ്മൾ പാല് വാങ്ങിച്ചിരുന്നല്ലോ, ഒരു കവർ പാല്. കാപ്പിപ്പൊടി എൻ്റെ ഇരിപ്പുണ്ട്. ആ നീ കുളി കഴിഞ്ഞോ? നല്ലവരൊന്നും കുളിച്ചില്ല. അവർ കാപ്പി ഇടാൻ വേണ്ടി കരയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങിയത്. ഞാൻ കുളിച്ച് തന്നെ നല്ല വൃത്തിക്ക് കുളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വാടാ കുട്ടുമ്പോൾ കാപ്പി ഇടാം അടുക്കളയിൽ പോയി. ഞാനെന്താ പോയി കുളിക്കട്ടെ. എനിക്കും വേണം ചായ, അമ്മണിക്കും വേണം. നമുക്ക് എല്ലാവർക്കും ഇടാം. ചായ അല്ലല്ലോ ചേച്ചി, കോഫി അല്ലേ വേണ്ടത്? കോഫിപ്പൊടിയല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ആ അത് തന്നെ. കാപ്പി ഇടാൻ പോവാ മോളെ. ഓ, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് മാറിയോണ്ടോ അല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട്. മറ്റേ ഞാനൊക്കെ ഈ വന്ന ഡ്രസ്സിൽ തന്നെ നിൽക്കുക. അയ്യോ ശരിയാകുന്നു. എന്തോ അത് അവിടെ തന്നെയാണെന്ന് പറക്കുന്നത്. ഇതെത്ര കിളി ഇത്? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ണടയൊക്കെ വെച്ച് കിളി ഇങ്ങനെയുണ്ടോ ഈ സ്ഥലത്ത്? മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടോ? അയ്യോ പിള്ളേരെ, ആ കിളിയല്ലേ സംസാരിച്ചത്? ഇതെന്തോ ഇത് സംസാരിക്കുന്ന കിളി? കണ്ണട വെച്ച് ഒരു പ്രത്യേക തരം കിളിയാ നിന്റേത്.